പഹൽഗാം ആക്രമണത്തിൽ താക്കീതുമായി പ്രധാനമന്ത്രി. മുഴുവൻ ഭീകരരെയും പിടികൂടും. കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ കൊടുക്കുമെന്നും പ്രധാനമന്ത്രി. റഷ്യൻ കൂലിപ്പട്ടാളത്തിലെത്തി യുദ്ധമുഖത്ത് പരിക്കേറ്റ കുത്തുപാറ സ്വദേശി ജെയിൻ മോചിതനായി. ജെയിൻ കൂലിപ്പട്ടാളത്തിലെത്തിയത് ഏജന്റിന്റെ ചതിയിൽപ്പെട്ട്. മോചിതനായതിൽ ആശ്വാസമെന്ന് ജെയിൻ കുര്യൻ. ആനന്ദപുരത്ത് ജ്യേഷ്ഠൻ അനുജനെ തലക്കടിച്ചു കൊലപ്പെടുത്തി. യദുകൃഷ്ണനാണ് മരിച്ചത്. കള്ളുഷാപ്പിൽ വഴക്കുണ്ടാക്കിയ ചേട്ടനെ പിടിച്ചുമാറ്റാൻ എത്തിയതായിരുന്നു യദുകൃഷ്ണൻ. ചിയാരം ബസ് സ്റ്റോപ്പിന് സമീപം പിന്നാലെ വന്ന ബസ് കടത്തിവിടാതിരിക്കാൻ നടുറോഡിൽ മനഃപൂർവ്വം അപകടം സൃഷ്ടിച്ച് ബസ് ജീവനക്കാർ. ബസ്സുകൾ കൂട്ടിയിടിച്ച് ബസ്സിലെ യാത്രക്കാർ ഭയചകിതരാകുന്നതിന്റെ CCTV ദൃശ്യം പുറത്ത്. അപകടമുണ്ടാക്കിയ ബസ് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. വാർത്തകൾ വിശദമായി. പഹൽഗാം ആക്രമണത്തിൽ താക്കീതുമായി പ്രധാനമന്ത്രി. ഭാരതത്തിന്റെ ആത്മാവിന്മേലുള്ള ആക്രമണമാണ് പഹൽഗാമിൽ നടന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മുഴുവൻ ഭീകരരെയും പിടികൂടും. കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ കൊടുക്കും. ഭീകരവാദികൾക്കും അവർക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്കും തിരിച്ചടി നൽകും. ഭീകരർക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ശിക്ഷ നൽകും. ഇന്ത്യയുടെ സമാധാനം തകർക്കാൻ ഭീകരർക്ക് കഴിയില്ല. എന്തു മാർഗം വേണോ അതെല്ലാം സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം പാകിസ്ഥാനെതിരെ ശക്തമായ നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് നീങ്ങുകയാണ്. ഇന്ത്യയിലുള്ള എല്ലാ പാക് പൌരന്മാരോടും 48 മണിക്കൂറിനകം രാജ്യം വിടാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ആക്രമണത്തിൽ പങ്കില്ലെന്നാണ് പാകിസ്ഥാന്റെ നിലപാട്. ലഷ്കർ-ഇ-തൊയ്ബയുടെ കീഴിലുള്ള സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതിർത്തിയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഉദംപൂരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു സംഭവിച്ചു. റഷ്യൻ കൂലിപ്പട്ടാളത്തിലെത്തി യുദ്ധമുഖത്ത് പരിക്കേറ്റ കുത്തുപാറ സ്വദേശി ജെയിനിന് മോചിതനായി. ഇന്നലെ രാത്രിയിലാണ് ജെയിൻ ഡൽഹിയിലെത്തിയത്. ഇതോടെ കുടുംബത്തിന്റെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമാകുകയാണ്. തെക്കുംകര കുത്തുപാറ സ്വദേശിയായ ജെയിനിന്റെ സഹോദരി ഭർത്താവ് കുട്ടനല്ലൂർ സ്വദേശിയായ ബിനിൽ യുദ്ധമുഖത്ത് കൊല്ലപ്പെട്ടിരുന്നു. ബിനിലിന്റെ മൃതദേഹം ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഇവർ ഏജന്റിന്റെ ചതിയിൽപ്പെട്ടാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ എത്തിയത്. യുദ്ധമുഖത്തേക്ക് പോവുകയാണെന്നും ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്നും യുദ്ധസ്ഥലത്തേക്ക് ഇറങ്ങുന്നതിനു മുമ്പ് കഴിഞ്ഞ ഡിസംബറിൽ അവസാനമായി വീട്ടുകാർക്കയച്ച ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. ഇവരെ തിരികെ കൊണ്ടുവരാൻ ബന്ധുക്കൾ ഏറെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ജെയിൻ കുര്യനെ വീണ്ടും സൈനിക ക്യാമ്പിലേക്ക് നീക്കാൻ ശ്രമം നടക്കുന്നുവെന്ന വാർത്തകൾക്കിടെയാണ് അപ്രതീക്ഷിതമായി ജെയിൻ മോചിതനായത്. റഷ്യൻ സൈന്യവുമായി കരാർ കാലാവധി അവസാനിച്ചെങ്കിലും കരാർ പുതുക്കി വീണ്ടും സൈന്യത്തിൽ ചേർക്കാനാണ് ശ്രമമെന്ന് സംശയിക്കുന്നതായി ജെയിൻ പറഞ്ഞിരുന്നു. ജനുവരി 6-നാണ് വയറിനും മറ്റും പരിക്കേറ്റ് ആന്തരികാവയവങ്ങളിൽ രക്തസ്രാവമുണ്ടായതിനെ തുടർന്ന് ജെയിനിനെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തന്റെ ദയനീയാവസ്ഥ ഇംഗ്ലീഷിൽ വിവരിക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് ദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ജെയിൻ കുര്യൻ നടത്തിയിരുന്നു. ഇതിനിടെയാണ് ഇന്നലെ രാത്രിയിൽ ജെയിൻ ഡൽഹിയിൽ എത്തിയത്. TCV വടക്കാഞ്ചേരി. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ നിന്നും മോചിതനായതിൽ ആശ്വാസമെന്ന് ജെയിൻ കുര്യൻ. ആശുപത്രിയിൽ നിന്ന് ക്യാമ്പിലേക്ക് മാറ്റുന്നതിനിടെ രക്ഷപ്പെടുകയായിരുന്നു. രേഖകൾ കൈവശമുണ്ടായിരുന്നു. റഷ്യയിലെ മലയാളി അസോസിയേഷൻ സഹായിച്ചു. പരിശീലനം ലഭിച്ചത് 10 ദിവസം മാത്രമാണ്. യുദ്ധഭൂമിയിൽ സൈനികർക്കൊപ്പമാണ് ഉണ്ടായിരുന്നത്. കൊല്ലപ്പെട്ട ബിനിലിന്റെ മൃതദേഹം എവിടെയാണെന്ന് തനിക്കറിയാം. മൃതദേഹം നാട്ടിലെത്തിക്കണമെങ്കിൽ റഷ്യൻ സൈന്യം സഹായിക്കണമെന്നും ജെയിൻ കുര്യൻ പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാമോ ആ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. തിരിച്ചു വരാൻ കുറേ പേര് സഹായിച്ചു. പിന്നെ കുറേ പേരുടെ സഹായം കൊണ്ടാണ് തിരിച്ചെത്തിയത്. എല്ലാവർക്കും ഒരുപാട് നന്ദി. ആനന്ദപുരത്ത് ജ്യേഷ്ഠൻ അനുജനെ തലക്കടിച്ചു കൊലപ്പെടുത്തി. ആനന്ദപുരം കൊരട്ടിക്കാട്ടിൽ വീട്ടിൽ പരേതനായ സുധാകരന്റെ മകൻ 29 വയസ്സുള്ള യദുകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. ജ്യേഷ്ഠൻ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം. കള്ളുകുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഷാപ്പിൽ വിഷ്ണു വഴക്കുണ്ടാക്കിയതറിഞ്ഞ് പിടിച്ചുമാറ്റാൻ എത്തിയതായിരുന്നു യദുകൃഷ്ണൻ. ഇതിനിടെ വിഷ്ണു കള്ളുകുപ്പികൊണ്ട് യദുകൃഷ്ണനെ തലക്കടിക്കുകയും മരപ്പലക കൊണ്ട് പുറത്തടിക്കുകയുമായിരുന്നു. അടിയേറ്റ് വീണുകിടന്ന യദുകൃഷ്ണനെ പുതുക്കാട് പോലീസ് എത്തിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. രാത്രി 11 മണിയോടെ മരണം സംഭവിച്ചു. സംഭവശേഷം ഷാപ്പിൽ നിന്നിറങ്ങിയ പ്രതി രാത്രി വൈകി വീട്ടിലെത്തിയിരുന്നു. പൂട്ടിക്കിടന്ന വാതിലിന്റെ താഴെ കരിങ്കൊല്ലുകൊണ്ട് തകർക്കാൻ ശ്രമിച്ചു. രാവിലെ പത്രം വായിച്ചിരിക്കുന്നതിനിടയിലാണ് യദുകൃഷ്ണൻ മരിച്ച വിവരം വിഷ്ണു അറിയുന്നത്. പിന്നീട് വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട വിഷ്ണുവിന് ആയുർവേദ മരുന്ന് കമ്പനിക്കരികിൽ നിന്നാണ് പോലീസ് പിടികൂടുന്നത്. അവിവാഹിതനാണ് കൊല്ലപ്പെട്ട യദുകൃഷ്ണൻ.
ഒല്ലൂർ ചിയ്യാരം ബസ് സ്റ്റോപ്പിന് സമീപം പിന്നാലെ വന്ന ബസ് കടത്തിവിടാതിരിക്കാൻ നടു റോഡിൽ ബസ് ക്രോസ് ചെയ്തിട്ട് മനഃപൂർവ്വം അപകടം സൃഷ്ടിച്ച് ബസ് ജീവനക്കാരുടെ അഭ്യാസം. ബസ്സുകൾ കൂട്ടിയിടിച്ച് ബസ്സിലെ യാത്രക്കാർ ഭയചിതകരാകുന്നതിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. കഴിഞ്ഞ ദിവസമാണ് സംഭവം. പൊന്നൂക്കര തൃശൂർ റൂട്ടിലോടുന്ന മഹാദേവ് ബസ്സിലെ ഡ്രൈവർ ഹരികുമാറിന്റെ പരാതിയിൽ വരന്തരപ്പള്ളി തൃശൂർ റൂട്ടിലോടുന്ന മീനാക്ഷി ബസ്സിലെ ഡ്രൈവർ മുഹമ്മദിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു. അപകടമുണ്ടാക്കിയ ബസ്സിലെ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നും നിർബന്ധിത ഡ്രൈവിംഗ് പരിശീലനത്തിന് അയക്കുമെന്നും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജു അറിയിച്ചു. ചിയാരം സ്റ്റോപ്പിൽ നിർത്തി മുന്നോട്ടു പോകുന്നതിനിടെയാണ് തൊട്ടുപുറകിലെത്തിയ ബസ് കടന്നുപോകാതിരിക്കാൻ മുന്നിൽ പോയ ബസ് നടു റോഡിൽ ബസ് ക്രോസ് ചെയ്തിട്ട് അപകടമുണ്ടാക്കിയത്. കേരള പോലീസ് അസോസിയേഷൻ തൃശൂർ സിറ്റി ജില്ലാ കൺവെൻഷൻ കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണമെന്ന് പറയുന്നവർ ഈ ജന്മത്തിലെ അച്ഛനെയും അമ്മയെയും തള്ളി പറയുകയാണെന്ന് കെ രാധാകൃഷ്ണൻ പറഞ്ഞു. അടുത്ത ജന്മത്തിൽ വിശ്വസിക്കാത്തയാളാണ് താനെങ്കിലും അടുത്ത ജന്മത്തിൽ എവിടെ ജനിക്കണമെന്ന് ചോദിച്ചാൽ തന്റെ അച്ഛന്റെയും അമ്മയുടെയും മകനായി തന്നെ ജനിക്കണമെന്നാണ് ആഗ്രഹമെന്ന് പറയും. ബ്രാഹ്മണർ മോശക്കാരാണെന്ന നിലപാട് തനിക്കില്ല. ഓരോ കാലത്തെയും ആധിപത്യ ശക്തികളാണ് തങ്ങളുടെ ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ അതീശത്വം കാണിച്ചിരുന്നത്. ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി നീതിപൂർവ്വം നിയമം പരിപാലിക്കാൻ പോലീസിന് കഴിയണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സിൽ നടന്ന സമ്മേളനത്തിൽ പോലീസ് അസോസിയേഷൻ തൃശൂർ സിറ്റി പ്രസിഡന്റ് KC ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. P ബാലചന്ദ്രൻ MLA, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, യുവ സാഹിത്യകാരൻ അമൽരാജ് പാറമേൽ, ACPമാരായ സലീഷ് N ശങ്കരൻ, SP സുധീരൻ, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തൃശൂർ സിറ്റി സെക്രട്ടറി ബിനു ഡേവിസ്, കേരള പോലീസ് അസോസിയേഷൻ തൃശൂർ സിറ്റി സെക്രട്ടറി CG മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. പോലീസ് സ്റ്റേഷനാണ് ചേലക്കര. ആ ചേലക്കര പോലീസുകാരുടെ കാര്യം പറയാൻ ചെന്ന ഞങ്ങളോട് യുവ സാഹിത്യകാരനാണ് കണ്ണൂർ സർവകലാശാലയിൽ ചർച്ചയിൽപ്പെടുക. വ്യാപകമായ പ്രകൃതിക്ഷോഭത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായവർക്ക് അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് KPCC സെക്രട്ടറിയും കോർപ്പറേഷൻ കൌൺസിലറുമായ ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. നാശനഷ്ടമുണ്ടായവർക്ക് പ്രകൃതിക്ഷോഭങ്ങളുടെ ഗണത്തിൽപ്പെടുത്തി ധനസഹായം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട കൌൺസിലർ ജോൺ ഡാനിയൽ റവന്യൂ മന്ത്രി കെ രാജന് പരാതി നൽകി. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ വെട്ടിക്കാട്ടിരിയിൽ കഫേ മക്കാനിക്ക് സമീപം വീണ്ടും അപകടം. തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പലചരക്ക് സാധനങ്ങൾ കച്ചവടത്തിനായി കൊണ്ടുപോയിരുന്ന പിക്കപ്പ് വാനാണ് നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞത്. ഡ്രൈവർ സനൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA അറിയിച്ചു. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ആരംഭിക്കുന്നതിനായി ആധുനിക കെട്ടിടം നിർമ്മിക്കുന്നതിനും അനുബന്ധ ഉപകരണങ്ങൾക്കുമായി 23.25 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുള്ളതാണ്. കെട്ടിടത്തിന്റെ പ്രവൃത്തിക്കുള്ള 16.63 കോടി രൂപയുടെ ഭരണാനുമതി ലഭിക്കുകയും ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തു. 3 നിലകളിലായി 42,500 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് വിഭാവനം ചെയ്തിട്ടുള്ളത്. 50 കിടക്കകൾ ഉള്ള ഈ ആശുപത്രിയിൽ 2 ഓപ്പറേഷൻ തിയേറ്ററുകൾ, 2 ലിഫ്റ്റുകൾ, ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള പ്രത്യേക വാർഡുകൾ, ഡയാലിസിസ് യൂണിറ്റുകൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA, അവണൂർ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോംസൺ തലക്കോടൻ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അശോകൻ N തുടങ്ങിയവർ പങ്കെടുത്തു. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വെളിപ്പെടുത്തലുമായി നടി അപർണ ജോൺസ്. സൂത്രവാക്യം സിനിമ സെറ്റിൽ വെച്ച് ഷൈൻ ടോം ചാക്കോ മോശമായി പെരുമാറിയെന്ന് നടി പറഞ്ഞു. വിൻസിയുടെ പരാതി ശരിയാണെന്ന് നടി അപർണ ജോൺസ് വ്യക്തമാക്കി. ഷൈൻ ടോം ചാക്കോ ലൈംഗിക ചുവയോടെ പെരുമാറി. താനും വിൻസിയും ഇരിക്കുമ്പോഴാണ് ഷൈൻ വെള്ളപ്പൊടി തുപ്പിയത്. നടൻ മോശമായി പെരുമാറിയത് സംബന്ധിച്ച് താരസംഘടനയായ അമ്മയ്ക്ക് പരാതി നൽകിയതായും അപർണ ജോൺസ് പറഞ്ഞു.
ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കിഴക്കേ നടപ്പുരയുടെ തെക്കുവശത്തുള്ള ആനവൈറൻ മതിലിലെ ആനപ്പടി വീതി കൂട്ടി നിർമ്മിക്കാനൊരുങ്ങി ദേവസ്വം. ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ നിലവിലുള്ള വാതിൽ പൊളിച്ച് വീതി കൂട്ടുന്ന പ്രവർത്തികൾ ഉടൻ ആരംഭിക്കും. ഉത്സവത്തിന് മുമ്പായി വാതിൽപ്പടി പൂർത്തിയാക്കാനാണ് ശ്രമമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. ഉത്സവത്തിന്റെ മുന്നോടിയായി നടക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങളെ സംബന്ധിച്ച് ചേരുന്ന യോഗങ്ങളിൽ വാതിലിന്റെ വീതി കൂട്ടണമെന്ന് പോലീസും അഗ്നിരക്ഷാ സേനയും നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്സവത്തിന് മുമ്പായി ആനപ്പടി വീതി കൂട്ടി നിർമ്മിക്കാൻ ദേവസ്വം തീരുമാനിച്ചത്. ആനപ്പടി വീതി കൂട്ടി നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി വാസ്തുവിദഗ്ധൻ പഴിങ്ങാപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ക്ഷേത്രത്തിലെത്തി പരിശോധിച്ചിരുന്നു. ദേവഹിതം അനുകൂലമായതോടെയാണ് വാതിൽ വീതി കൂട്ടി നിർമ്മിക്കാൻ തീരുമാനിച്ചത്. തിരുവല്ലുവാമലയിലെ ഏറ്റവും വലിയ കുളമായ എരുവത്തൊടി 12ാം വാർഡിലെ വെള്ളക്കുളം നാശത്തിന്റെ വക്കിൽ. തിരുവില്ലാമല എരവത്തൊടി നിവാസികളുടെ ആശ്രയമായിരുന്ന വെള്ളക്കുളം അധികാരികളുടെ അനങ്ങാപ്പാറ നയം മൂലം നാശത്തിന്റെ പാതയിലാണ്. 1 ഏക്കർ 10 സെന്റ് വരുന്ന കുളം സമീപവാസിയായ രാജൻ തിരുവില്ലാമല പഞ്ചായത്തിന് നൽകിയതാണ്. ആദ്യഘട്ടത്തിൽ കുളം നവീകരിച്ചുവെങ്കിലും വർഷങ്ങളായി ഉപയോഗശൂന്യമാണ്. 2020ഓളം കുടുംബങ്ങൾക്ക് ആശ്രയമായിരുന്നു ഈ കുളം. കുളം നവീകരിക്കുന്നതിലൂടെ പരിസരങ്ങളിലുള്ള കിണറുകളിലെയും കുടിവെള്ള സ്രോതസ്സുകളിലും ജലലഭ്യത വർദ്ധിക്കുകയും അതുമൂലം കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാവുകയും ചെയ്യും. നിലവിലുള്ള കുളത്തിന്റെ പരിസരം കാട്ടുപന്നികളുടെ താവളമാണ്. വൈകുന്നേരം പന്നികൾ കൂട്ടത്തോടെ പുറത്തുവരുന്നത് മൂലം പ്രദേശവാസികൾക്കും വാഹനയാത്രകൾക്കും ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഒരു പ്രദേശത്തിന് മൊത്തം ജലസ്രോതസ്സാവേണ്ട കുളം മൃഗങ്ങളുടെയും സാമൂഹിക വിരുദ്ധരുടെയും താവളമായി. എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ കുളം സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വഴി വളരെ ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ. അതിന് കുറച്ചുകൂടി രീതിയിൽ വഴി കണ്ടെത്തി നല്ല രീതിയിൽ ജലസേചനത്തിന് ഉപയോഗപ്രദമായി ചെയ്യേണ്ടത്. പിന്നെ താഴെ തന്നെ 5-8 ഏക്കർ സ്ഥലം, 8 15 ഏക്കറും നെൽകൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് കൂടി ഉപയോഗം വരുന്ന രീതിയിൽ നേരെയാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഒരു 15 കൊല്ലമായിട്ട് ഈ കുളം വൃത്തിയാക്കുന്നില്ല. ആകെ കാട് പിടിച്ച് നാശവശമായി കിടക്കുകയാണ്. ഇതിനകത്ത് ഇപ്പോൾ വന്യമൃഗങ്ങളാണ്, പന്നിയാണ് മെയിനായിട്ട്. വൈകുന്നേരം ഒരു 7 മണിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് പന്നി കരക്കി കയറി ഞങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് വലിയ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. TCV തിരുവില്ലാമല. തോമസ് വധം അന്വേഷണം വീണ്ടും നടത്തി. സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് പൌരസമിതി ആവശ്യപ്പെട്ടു. 2000 ഏപ്രിൽ 25 രാത്രിയിലാണ് ചെറുതുരുത്തിയിലെ കാസറ്റ് കടയിൽ വെച്ച് തോമസിന് വെടിയേൽക്കുന്നത്. SP രാധാകൃഷ്ണന്റെ സെക്യൂരിറ്റി ഗാർഡ് റെയ്നോൾഡ് ഫെർണാണ്ടസിന്റെ ഗണ്ണിൽ നിന്നാണ് വെടിയേറ്റത്. തുടർന്ന് പോലീസും CBI അന്വേഷണവും നടത്തിയെങ്കിലും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനായില്ല. പൌരസമിതി പ്രസിഡന്റ് ശ്രീധരൻ തേറമ്പിൽ, തോമസിന്റെ സഹോദരൻ ആന്റോ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് യുവജനതാദൾ എസ് തൃശൂർ ജില്ലാ കമ്മിറ്റി അമർജ്യോതി സ്തൂപത്തിൽ ഭീകരവാദ വിരുദ്ധജ്വാല തെളിയിച്ചു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി ഉദ്ഘാടനം ചെയ്തു. യുവജനതാദൾ എസ് ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺ വാഴപ്പള്ളി, സംസ്ഥാന കമ്മിറ്റി അംഗം PM ഉമേഷ്, അൻസാർ MM, ഷൺമുഖൻ വടക്കുംപറമ്പിൽ എന്നിവർ സംസാരിച്ചു. വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നതിനെതിരെ സമസ്ത തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം 29-ന് തൃശൂരിൽ സംഘടിപ്പിക്കുന്ന ഭരണഘടനാ സംരക്ഷണ റാലിയും പൊതുസമ്മേളനവും വിജയിപ്പിക്കുവാൻ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ മുള്ളൂർക്കര റേഞ്ച് കമ്മിറ്റി ആഹ്വാനം ചെയ്തു. മുള്ളൂർക്കര റേഞ്ച് പ്രചരണ കൺവെൻഷൻ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി KM ഉമർ ഹാജി ഉദ്ഘാടനം ചെയ്തു. റേഞ്ച് പ്രസിഡന്റ് A അഷ്റഫ് ദാരിമി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഷെഫി കരുതക്കാട്, സംഘാടക സമിതി ജില്ലാ കൺവീനർ ഷഹീർ ദേശാമംഗലം, സംഘാടക സമിതി താലൂക്ക് കോർഡിനേറ്റർ KA ഹംസക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി അനുശോചന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KG പോൾസൺ അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് നേതാക്കളായ MV ജോസ്, K കുഞ്ഞുണ്ണി, ജെയിംസ് ചിറ്റിലപ്പള്ളി, ലൈജു C എടക്കളത്തൂർ, VK രഘുനാഥൻ, PU ലിൻസൺ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം 6-ാം വാർഡിൽ ഇന്ദിരാജി റോഡ് ടൈൽ വിരിച്ച് നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കി. 5,85,000 രൂപ വിനിയോഗിച്ച് 125 മീറ്റർ നീളത്തിലാണ് ടൈൽ വിരിച്ച് നവീകരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം CJ പോൾസൺ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഷാജഹാൻ, മുൻ പഞ്ചായത്ത് അംഗം CJ ജോഷി, KV അബ്ദുൽ മജീദ്, അനസ് അബൂബക്കർ, TK ഉമ്മർ, KV സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു.
നൂറുകണക്കിന് പ്രതിഭകൾ അണിനിരക്കുന്ന ചെസ് പൂരത്തിന് തൃശൂർ നഗരം ഒരുങ്ങി. ശങ്കരയ്യർ റോഡ് ചെസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ മാസം 27-ന് പൂങ്കുന്നം ഹരിശ്രീ വിദ്യാനിധി സ്കൂളിലാണ് ടൂർണമെന്റ് നടത്തുന്നത്. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് പത്രികാ പ്രകാശനം നടന്നു. ചെസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി ശശിധരൻ ചെസ് താരം ഒ.എ. രാജുവിന് നൽകി പ്രകാശനം ചെയ്തു. ചീഫ് കോർഡിനേറ്റർ കെ.വി. ഗോകുലൻ, ക്ലബ് പ്രസിഡന്റ് കെ.എസ്. ശ്യാംകുമാർ, സെക്രട്ടറി എ.എസ്. സതീഷ്, എം.വി. രവി, സി.ജെ. ശ്രീജിത്ത്, പി.പി. പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ ചലാൻ അദാലത്തുമായി തൃശൂർ സിറ്റി പോലീസും മോട്ടോർ വാഹന വകുപ്പും. പോലീസും മോട്ടോർ വാഹന വകുപ്പും ഈ ചലാൻ മുഖേന നൽകിയിട്ടുള്ള ട്രാഫിക് ഫൈനുകളിൽ 2021 മുതൽ അടയ്ക്കാൻ സാധിക്കാത്തതും നിലവിൽ കോടതിയിൽ ഉള്ളതുമായ ചലാനുകളിൽ പിഴയൊടുക്കി തുടർ നടപടികളിൽ നിന്നും ഒഴിവാകുവാൻ അദാലത്ത് സംഘടിപ്പിക്കും. പ്രോസിക്യൂഷൻ നടപടികൾക്ക് ശുപാർശ ചെയ്തിട്ടുള്ളവ ഒഴികെയുള്ള എല്ലാ ചലാനുകളും അദാലത്തിൽ അടയ്ക്കാം. തൃശൂർ സിറ്റി ജില്ലാ പോലീസ് കൺട്രോൾ റൂം, ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ, ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ, വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ വെച്ച് ഈ മാസം 25-ന് സംഘടിപ്പിച്ചിരിക്കുന്ന അദാലത്തിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ പൊതുജനങ്ങൾക്ക് നേരിട്ടെത്തി പിഴ അടയ്ക്കാവുന്നതാണ്. തിരുവല്ലുവാമല പഞ്ചായത്തിൽ ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭവനരഹിതരായവർക്കുള്ള ലൈഫ് സംഗമം സംഘടിപ്പിച്ചു. ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭൂമിയുള്ള ഭവനരഹിതരായ മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീട് നൽകുന്നതിന് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. ലൈഫ് സംഗമത്തിൽ 200-ലധികം ആളുകൾ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ. പത്മജ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് എം. ഉദയൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ കെ. പ്രകാശൻ, രഞ്ജിത്ത്, ഉണ്ണികൃഷ്ണൻ, യു. ദേവി, ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ അനുസ്മരിച്ച് പ്രാർത്ഥന നടത്തി. ശാഖാ പ്രസിഡന്റ് ഡോക്ടർ കെ. എ. ശ്രീനിവാസൻ, സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ, പി. എ. സുകുമാരൻ, മുൻ വൈസ് പ്രസിഡന്റ് വി. ആർ. ശ്രീകൃഷ്ണൻ, വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി കിഴക്കേ അങ്ങാടിയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. വായനശാലയ്ക്ക് സമീപമാണ് കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് പൈപ്പ് പൊട്ടിയത്. ജലക്ഷാമം രൂക്ഷമായതിനാൽ പല പ്രദേശങ്ങളിലും ടാങ്കർ ലോറി എത്തുന്ന വെള്ളത്തെയാണ് ജനങ്ങൾ ആശ്രയിക്കുന്നത്. പല കുടുംബങ്ങളും 1000 ലിറ്ററിന് 400 രൂപ നൽകിയാണ് വെള്ളം വാങ്ങുന്നത്. പൊട്ടിയ പൈപ്പുകളുടെ അറ്റകുറ്റപ്പണി ഉടൻ നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പഹൽഗാമിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് BJP എളനാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദീപജ്വാല നടത്തി. BJP ചേലക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി TH അരുൺ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MU അനൂപ് അധ്യക്ഷത വഹിച്ചു. പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് BJP തിരുവല്ലുവാമല പഞ്ചായത്ത് കമ്മിറ്റി ആദരദീപം തെളിയിച്ചു. BJP തിരുവല്ലുവാമല പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് JP മാസ്റ്റർ, ജനറൽ സെക്രട്ടറി ഷീല പണിക്കർ, PK മണി, PK ഉമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. BJP കാട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കശ്മീരിൽ തീവ്രവാദികളാൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ദീപജ്യോതി തെളിയിച്ചു. BJP കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെറിൻ അധ്യക്ഷനായിരുന്നു. മുൻ ജില്ലാ കർഷക മോർച്ച ട്രഷറർ അഭിലാഷ് കണ്ടാരംതറ മുഖ്യപ്രഭാഷണം നടത്തി. പഹൽഗാം കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ കുന്നംകുളം നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. BJP കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, ഹിന്ദു ഐക്യവേദി താലൂക്ക് പ്രസിഡന്റ് സുരേഷ്, ജില്ലാ സഹസംഘടനാ സെക്രട്ടറി പ്രേമരാജ്, സുമേഷ് കളരിക്കൽ, മഹേഷ് തിരുത്തിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജമ്മു കാശ്മീർ പഹൽഗാമിൽ ഭീകരവാദികൾ നടത്തിയ കൂട്ടക്കൊലയിൽ രക്തസാക്ഷികളായവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു. എളവള്ളി മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ അധ്യക്ഷനായി. സുബിരാജ് തോമസ്, റാഷിദ് എളവള്ളി, ബാബു TP, രവീന്ദ്രൻ കാക്കനാട്ട് എന്നിവർ സംസാരിച്ചു. ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കൊടകരയിൽ യോഗം സംഘടിപ്പിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘം കൊടകര ഖണ്ഡ് സംഘചാലക് NP ശിവൻ അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി MV മധുസൂദനൻ, സംസ്ഥാന സമിതി അംഗം A രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.
പഴുവിൽ വിശുദ്ധാത്മോഡീസിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ മെയ് 2 മുതൽ 5 വരെ ആഘോഷിക്കുമെന്ന് തിരുനാൾ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. തിരുനാൾ കൊടിയേറ്റം ഞായറാഴ്ച വൈകിട്ട് 5-ന് പഴുവിൽ ഫെറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ നിർവഹിക്കും. മെയ് 4-നാണ് തിരുനാൾ. 8-ാം ഇടം മെയ് 11 ഞായറാഴ്ച ആഘോഷിക്കും. പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, മാനേജിംഗ് ട്രസ്റ്റി ടിൻറ്റോ ജോസ്, തിരുനാൾ ജനറൽ കൺവീനർ ആന്റൺ വർഗീസ്, പബ്ലിസിറ്റി കൺവീനർ സ്റ്റീഫൻ ലാസർ, PRO ടെബി വർഗീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൂർണ്ണ നവീകരണ കലശത്തിനും പുനഃപ്രതിഷ്ഠയ്ക്കും തുടക്കമായി. ഇതിനോടനുബന്ധിച്ച് നടത്തിയ സമാദരണ സദസ്സ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ കോഴിക്കാട്ടിൽ ശങ്കരൻകുട്ടി അധ്യക്ഷനായി. ഡോക്ടർ ശ്രീകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം റീന വർഗീസ്, ചൊവ്വലൂർ ഉണ്ണികൃഷ്ണൻ വാര്യർ, വെളുത്താർ ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ നടന്ന മേജർ സെറ്റ് പഞ്ചവാദ്യം വാദ്യ ആസ്വാദകർക്ക് വിരുന്നായി. കുനിശ്ശേരി അനിയന്മാരാർ, കോങ്ങാട് മധു, കലാമണ്ഡലം കുട്ടിനാരായണൻ, പാഞ്ഞാൾ വേലുക്കുട്ടി, മച്ചാട് മണികണ്ഠൻ, തിരുവല്ലുവാമല ജയൻ പൊതുവാൾ എന്നിവരുടെ പ്രമാണിത്വത്തിലാണ് പഞ്ചവാദ്യം അരങ്ങേറിയത്. 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ നടന്ന പാണ്ടിമേളത്തിന് കല്ലൂർ ഉണ്ണികൃഷ്ണ മാരാർ പ്രമാണികത്വം വഹിച്ചു. തൃശൂരിലെ ചിത്രകലാ പരിശീലന കൂട്ടായ്മയായ പലവകയുടെ വാർഷികാഘോഷം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് പ്രശസ്ത ചിത്രകാരൻ KN ദാമോദരൻ ഉദ്ഘാടനം ചെയ്യും. കുട്ടികൾ ചെയ്ത കലാസൃഷ്ടികളും ശില്പശാല സൃഷ്ടികളും വാർഷികാഘോഷത്തിൽ പ്രദർശിപ്പിക്കും. നിരഞ്ജന പലവക, ചിത്രകലാ വിദ്യാർത്ഥികളായ വേദ, മാളവിക, മൌലിക, അർണോൾഡ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുരിയച്ചുര ലഹരിവിരുദ്ധ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച വൈകിട്ട് കുരിയച്ചുര സെന്ററിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിവിധ മതനേതാക്കന്മാർ, കോർപ്പറേഷൻ കൌൺസിലർമാർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, അധ്യാപകർ, വ്യാപാരികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, തൊഴിലാളികൾ തുടങ്ങിയവർ മനുഷ്യച്ചങ്ങലയിൽ അണിചേരും. കുരിയച്ചുര ലഹരിവിരുദ്ധ കൂട്ടായ്മ ചെയർമാൻ CL ജോയ്, കൺവീനർ ഡോക്ടർ ടോമി ഫ്രാൻസിസ്, അഡ്വക്കേറ്റ് NO ഈനാശു, സൈമൺ, ബാബുജി കരിയാട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചരിത്ര പഠിതാക്കളുടെ സംസ്ഥാന സംഘടനയായ കേരള ഹിസ്റ്ററി കോൺഗ്രസ് ചരിത്ര സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർക്ക് നൽകുന്ന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. RK ബിജുരാജ്, വിനായക് നിർമ്മൽ, ഫാദർ ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ, ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട്, ഡോക്ടർ ജോസഫ് ആന്റണി, VM രാധാകൃഷ്ണൻ എന്നിവരുടെ ഗ്രന്ഥങ്ങൾക്ക് പുരസ്കാരം ലഭിച്ചു. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് ജോർജ് ആലപ്പാട്ട് അർഹനായി. 5000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരങ്ങൾ മെയ് 16-ന് തൃശൂരിൽ സമ്മാനിക്കും. കേരള ഹിസ്റ്ററി കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ കുര്യാക്കോസ് കുമ്പളക്കുഴി, ഡോക്ടർ ജോർജ് മേനാശ്ശേരി, ബേബി മൂക്കൻ, ഡോക്ടർ ജോർജ് അലക്സ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ 25ാമത് സംസ്ഥാന സമ്മേളനം നാളെയും മറ്റന്നാളുമായി തൃശൂരിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 26-ന് ഉച്ചതിരിഞ്ഞ് നടക്കുന്ന പൊതുസമ്മേളനം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് PK മൂസ, ജനറൽ സെക്രട്ടറി ഗോപിനാഥൻ, തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബിബിൻ ആലപ്പാട്ട്, KV വിപിൻ, VS പ്രദീപ്, N വിദ്യാധരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പഴയന്നൂർ പഞ്ചായത്ത് 20 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് അംഗം യശോദ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയ സ്പോർട്സ് എബിലിറ്റി ഹബിന്റെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ P ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം നിർവഹിച്ചു. ഹെഡ്മാസ്റ്റർ സുനിൽ കുമാർ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ BRC BPC PM മോഹൻരാജ്, സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ സെക്രട്ടറി ഗിരിജാകുമാരി, ഉണ്ണി പണിക്കശ്ശേരി, ഖൈറൂസ് ടീച്ചർ, BRC ട്രെയിനർ നീതു സുഭാഷ് എന്നിവർ സംസാരിച്ചു. SNDP യോഗം കൊടകര യൂണിയന് കീഴിലെ 2995 നമ്പർ കൊടുങ്ങ ശാഖയിൽ ഗുരുദേവ മണ്ഡപ സമർപ്പണവും ഗുരുദേവ പ്രതിഷ്ഠയും നടത്തി.
അഖില ഭാരതീയ യജ്ഞസമിതി മുഖ്യ പുരോഹിതനും FCI ഡയറക്ടറുമായ ഡോക്ടർ അശ്വിനി ദേവ് തന്ത്രികൾ ഗുരുദേവ പ്രതിഷ്ഠയും SNDP കൊടകര യൂണിയൻ സെക്രട്ടറി KV ദിനേശൻ മണ്ഡപ സമർപ്പണവും നിർവഹിച്ചു. വെള്ളിക്കുളങ്ങര മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാം നൌഫൽ ഭാഗവി കളമശ്ശേരി, കൊടുങ്ങാർ റോസറി ഹിൽ ആശ്രമം സുപ്പീരിയർ ഫാദർ തോമസ് തടത്തിമാക്കൽ, മറ്റത്തൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS നിജിൽ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവല്ലുവമല ആക്കപ്പറമ്പ് മാരിയമ്മൻ പൂജാ മഹോത്സവ ചടങ്ങുകൾക്ക് ഇന്ന് സമാപനമാകും. ഇന്നലെ മാവിളക്ക് ആഘോഷിച്ചു. ഇന്ന് പൊങ്കൽ, ഗുരുതി, നീരാട്ടം, വെട്ടിയാട്ട് തുടങ്ങിയവ നടക്കും. കടവല്ലൂർ പഞ്ചായത്ത് കുടുംബശ്രീ വാർഷിക പൊതുയോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജയകുമാർ പുളയ്ക്കൽ, പ്രഭാത് മുല്ലപ്പള്ളി, ഷാനിബ, മഞ്ജുള മനോജ് എന്നിവർ സംസാരിച്ചു. NCP ദേശീയ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് വേലൂർ സ്വദേശി പ്രവാസി മലയാളി കൂടിയായ ബാബു ഫ്രാൻസിസിന് ദേശീയ കമ്മിറ്റിയിലെത്തിയത്. നിലവിൽ NCP ഓവർസീസ് സെല്ലിന്റെ ദേശീയ അധ്യക്ഷൻ കൂടിയാണ് ബാബു ഫ്രാൻസിസ്. നോർക്ക കേരള ലോക്സഭയിൽ കുവൈറ്റിൽ നിന്നുമുള്ള അംഗമാണ്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് അക്വാറ്റിക് ഷട്ടിൽ അക്കാദമി സംഘടിപ്പിക്കുന്ന കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ലീഗ് മത്സരങ്ങൾ ഈ മാസം 27-ന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് അക്വാറ്റിക് ഷട്ടിൽ അക്കാദമിയിലും കത്തോലിക് സെന്ററിലുമായാണ് മത്സരങ്ങൾ നടക്കുക. ജില്ലയ്ക്ക് പുറമെ പത്തനംതിട്ട, കോട്ടയം, കൊല്ലം, എറണാകുളം, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നുമായി അന്തർദേശീയ കളിക്കാർ ഉൾപ്പെടെ 80ഓളം പ്രശസ്ത താരങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഷാജൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ പീറ്റർ ജോസഫ്, സ്റ്റാൻലി ലാസർ, ആൾജോ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. PK ചാത്തൻ മാസ്റ്റർ ജന്മശതാബ്ദി സംഗമവും KPMS 54-ാം സംസ്ഥാന സമ്മേളനവും ഏപ്രിൽ 25, 26, 27 തീയതികളിൽ ഇരിങ്ങാലക്കുടയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 25-ന് വൈകിട്ട് 3-ന് ചാത്തൻ മാസ്റ്റർ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കുന്ന കൊടിമര ജാഥകൾക്ക് 5 മണിക്ക് അയ്യങ്കാവ് മൈതാനിയിൽ സ്വീകരണം നൽകും. 5:30-ന് നടക്കുന്ന സെമിനാർ പട്ടികജാതി വർഗ കമ്മീഷൻ മുൻ ചെയർമാൻ BS മാവൂജി ഉദ്ഘാടനം ചെയ്യും. 26-ന് വൈകിട്ട് കുട്ടംകുളം ക്ഷേത്ര മൈതാനത്ത് നിന്നും ആരംഭിക്കുന്ന പ്രകടനത്തെ തുടർന്ന് 5:30-ന് നടക്കുന്ന PK ചാത്തൻ മാസ്റ്റർ ജന്മശതാബ്ദി സംഗമം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. എറണാകുളം, തൃശൂർ ജില്ലകളിൽ നിന്നായി 10,000-ഓളം പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സ്വാഗത സംഘം ചെയർമാൻ CA ശിവൻ, ജനറൽ കൺവീനർ ലോചനൻ അമ്പാട്ട്, സെക്രട്ടേറിയറ്റ് അംഗം PK ശിവൻ, സ്റ്റേറ്റ് കമ്മിറ്റി അംഗം EV സുരേഷ്, ജില്ലാ പ്രസിഡന്റ് KT ചന്ദ്രൻ, PT ജ്യോതിഷ്, VM പുരുഷോത്തമൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കടുപ്പശ്ശേരി SHLP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം 28-ന് നടക്കുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. വൈകിട്ട് 5-ന് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ ഫാദർ ജോമിൻ ചെരടായി, പ്രൊഫസർ KR വർഗീസ്, ജോർജൻ പോൾ, ജസ്റ്റിൻ ജേക്കബ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,005, പവന് 72,040. വെള്ളി ഗ്രാമിന് 109, പ്ലാറ്റിനം ഗ്രാമിന് 3,319 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പഹൽഗാം ആക്രമണത്തിൽ താക്കീതുമായി പ്രധാനമന്ത്രി. മുഴുവൻ ഭീകരരെയും പിടികൂടും. കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ കൊടുക്കുമെന്നും പ്രധാനമന്ത്രി. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ എത്തി യുദ്ധമുഖത്ത് പരിക്കേറ്റ കുത്തുപാറ സ്വദേശി ജെയിൻ മോചിതനായി. ജെയിൻ കൂലിപ്പട്ടാളത്തിലെത്തിയത് ഏജന്റിന്റെ ചതിയിൽപ്പെട്ട്. മോചിതനായതിൽ ആശ്വാസമെന്ന് ജെയിൻ കുര്യൻ. ആനന്ദപുരത്ത് ജ്യേഷ്ഠൻ അനുജനെ തലക്കടിച്ചു കൊലപ്പെടുത്തി യദുകൃഷ്ണൻ ആണ് മരിച്ചത്. കള്ളുഷാപ്പിൽ വഴക്കുണ്ടാക്കിയ ചേട്ടനെ പിടിച്ചുമാറ്റാൻ എത്തിയതായിരുന്നു യദുകൃഷ്ണൻ.
ചീയാരം ബസ് സ്റ്റോപ്പിന് സമീപം പിന്നാലെ വന്ന ബസ് കടത്തിവിടാതിരിക്കാൻ നടു റോഡിൽ മനഃപൂർവ്വം അപകടം സൃഷ്ടിച്ച് ബസ് ജീവനക്കാർ. ബസ്സുകൾ കൂട്ടിയിടിച്ച് ബസ്സിലെ യാത്രക്കാർ ഭയചകിതരാകുന്നതിന്റെ CCTV ദൃശ്യം പുറത്ത്. അപകടമുണ്ടാക്കിയ ബസ് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.